ഹായ്, ഒരു പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യാൻ പോവാൻ ഞാനിവിടെ. വേറൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലെ സ്കൂൾ ലൈഫ് അവസാനിച്ചപ്പോൾ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എവിടെയാണ് നിങ്ങൾക്ക് കോളേജ് പഠിക്കാൻ താല്പര്യമെന്ന്. ബാംഗ്ലൂരിലെ ഇന്ന കോഴ്സ് ഇന്ന കോളേജ് എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അവരതിനെ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പഠിക്കാൻ വിടണ്ടേ. എന്നാൽ അവരതിനെ സമ്മതിക്കുക മാത്രമല്ല, എന്തോ ഒരു ധൈര്യത്തിൻ്റെ പുറത്തായിരുന്നു ആ തീരുമാനം എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിന് ഉത്തരം എനിക്ക് കിട്ടിയതേ കോളേജിൽ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്തപ്പം ലോക്കൽ ഗാർഡിയൻ എന്ന സ്പേസിൽ 2 പേരുകൾ എഴുതി ചേർത്തപ്പോഴാണ്. എന്തിനാ മാമൻ്റെയും അമ്മയുടെയും പേര് എഴുതണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനാണ്. കോളേജ് അടിച്ച് വിളിക്കാൻ പോണേ എനിക്ക് എന്ത് ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ച എനിക്ക് തെറ്റിപ്പോയി. ഇതാണ് അതിലെ ഏഞ്ചൽ അമ്മായി. ഒരുപാട് നാളുകൾ ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്ക് രാത്രി ഇരുട്ട് പേടിച്ച് കയറിഞ്ഞപ്പോഴും ശരിക്കും നല്ലൊരു ഫുഡ് കഴിക്കാൻ കൊതിച്ചപ്പോഴും എൻ്റെയൊക്കെ ഹോസ്റ്റൽ മുറീൻ്റെ ഫാന് വാർഡൻ്റെ കയ്യിലായിരുന്നു. ആ ഫാൻ ഒന്ന് എൻ്റെ ഇഷ്ടപ്പടി ഓൺ ചെയ്ത് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിച്ചപ്പോഴും ഒക്കെ ഞാൻ ഓടിയെത്തുന്നത് ഇവിടെയാണ്. ഒരുപാട് ബസ്സും ഓട്ടോ ഒക്കെ പിടിച്ച് വരണം, അത്രയും ദൂരമാണ്. പക്ഷെ ആ ദൂരം ഒന്നും ഒരു ദൂരേ അല്ലായിരുന്നു. അവിടെ എത്തുമ്പം അതായിരുന്നു എൻ്റെ ഹോം. അവേ ഫ്രം ഹോം, ദ ഫാമിലി അവേ ഫ്രം ഫാമിലി. ഇപ്പോഴും വീട്ടിലെ ഓരോ മുറിയിലും സ്നേഹത്തിൻ്റെ മണം മാത്രമേ ഉള്ളൂ, പഴയ ഓർമ്മകളുടെയും. ശരിക്കും ഞാൻ എത്ര ക്ലാസ് കട്ട് ചെയ്തിട്ട് ഏതൊക്കെ പടത്തിന് പോയി എന്നുള്ള കൃത്യമായ കണക്ക് എൻ്റെ അമ്മയ്ക്കല്ല, എൻ്റെ അമ്മായിക്കാണുള്ളത്. കോളേജ് സമയത്തുള്ള സകല ഉടായ്പിൻ്റെ എല്ലാ കഥകളും വീണ്ടും വിളിച്ച് പറഞ്ഞ് അമ്മായി ഷൈൻ ചെയ്തു. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ലോക്കൽ ഗാർഡിയൻ ഇരിക്കട്ടെ. ഒരുപാട് സ്നേഹം.